നമസ്കാരം. സിനിമാ മേഖലയിൽ മലയാളികൾക്ക് ഒരു വികാരമുണ്ടെങ്കിൽ അത് ലാലേട്ടനാണ്. ലാലേട്ടൻ എത്രയെത്ര മോശം സിനിമകളിൽ അഭിനയിച്ചാൽ പോലും അദ്ദേഹത്തിന് ഒരു വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട്. അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന ഐക്കോണിക് കഥാപാത്രങ്ങളും എത്രയോ വർഷങ്ങൾ 48 വർഷങ്ങളായി മലയാള സിനിമാ മേഖലയിൽ നട്ടലായിട്ട് നിൽക്കുന്നതും ഇന്നും ഒരേ ഒരു രാജാവെന്ന് മലയാള സിനിമയിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അത് സാക്ഷാൽ മോഹൻലാലിനെ മാത്രമാണ്. സ്വാഭാവികമായിട്ടും ഇലക്ഷൻ സമയമാണ്. ഇലക്ഷൻ സമയമാകുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം മലയാള സിനിമയിലെ താരങ്ങളൊക്കെ ഏത് പാർട്ടിയിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. പല താരങ്ങളുടെയും വെച്ചിട്ട് പല പാർട്ടിയിലും വെച്ച് ചേർത്ത് കോർത്ത് മിനുക്കിയൊക്കെ പല മാധ്യമങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കാറുണ്ട്. പല പ്രേക്ഷകരും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സംസാരിക്കാറുണ്ട്. പക്ഷേ ലാലേട്ടൻ ഏത് പാർട്ടിക്കാരനാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ ലാലേട്ടൻ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മോഹൻലാലും മുഖ്യമന്ത്രിയും തമ്മിലുണ്ടായിരുന്ന അഭിമുഖമാണ്. ആ അഭിമുഖം വളരെയധികം വൈറലായിരുന്നു. എല്ലാ മീഡിയയും എടുത്ത അഭിമുഖമാണ്, എല്ലാവർക്കും കിട്ടിയ അഭിമുഖമാണ്, കേരള സമൂഹം ഒട്ടാകെ എല്ലാവരും കണ്ടൊരു അഭിമുഖമാണ്. മോഹൻലാലും പിണറായി വിജയനും തമ്മിലുള്ള അഭിമുഖം. ആ പ്രോഗ്രാമിൻ്റെ പേര് ഇരുവർ എന്നതായിരുന്നു. സർക്കാർ നടത്തിയ ആ അഭിമുഖം അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുവരെയുള്ള സർക്കാരിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് ആ അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ലാലേട്ടനാണ് പിണറായി വിജയനെ അഭിമുഖം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതനുസരിച്ച് സിനിമാ മേഖലയും രാഷ്ട്രീയ മേഖലയും കൂടി ഒരുമിച്ച് കൈകോർക്കുന്നു. എല്ലാ തരത്തിലും അതൊരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് ഇടതുപക്ഷം കണക്കാക്കുകയും ചെയ്തത്. അത് വലിയൊരു മൈലേജായിട്ട് ബൂസ്റ്റിംഗ് ആയിട്ട് തന്നെ ഈ സിനിമാ മേഖലയിലൊട്ടാകെ മാറും എന്നാണ് കരുതിയിരുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം പാലക്കാട് UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടി തൻ്റെ ഫേസ്ബുക്ക് വാളിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയാണ്. 3 ചിത്രങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അതിൽ ലാലേട്ടനൊപ്പം കൈ പിടിച്ച് നിൽക്കുന്ന രമേശ് പിഷാരടിയുടെ ചിത്രവും വേറൊരു ചിത്രത്തിൽ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും രമേശ് പിഷാരടിയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: എന്താ മോനെ ജയിച്ചു വാ, കൈ പിടിച്ച് ലാലേട്ടൻ എന്നതാണ് രമേശ് പിഷാരടിയുടെ പോസ്റ്റ്. സ്വാഭാവികമായിട്ടും കൈപ്പത്തി അടയാളം കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ജയിച്ചു വാ എന്ന് പറഞ്ഞുകൊണ്ടാണ് രമേശ് പിഷാരടി ആ ക്യാപ്ഷൻ ഇട്ടേക്കുന്നത്. അത് ഇൻവേർട്ടഡ് കോമയിലാണ് ഇട്ടിരിക്കുന്നത്. അത് ഒരു പക്ഷേ ലാലേട്ടൻ രമേശ് പിഷാരടിയോട് പറഞ്ഞ വാചകമായിരിക്കാം, എന്താ മോനെ ജയിച്ചു വാ എന്നത്. അപ്പോൾ ലാലേട്ടൻ ഇവിടെ UDFകാരനാണോ? അവിടെ ലാലേട്ടൻ LDFന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ നടത്തുന്ന ആളാണെങ്കിൽ ഇവിടെ ഇതാ രമേശ് പിഷാരടിക്ക് വേണ്ടിയിട്ട് ജയിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശീർവദിച്ച് വിടുകയും അദ്ദേഹത്തിന് കൈ കൊടുക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ് രമേശ് പിഷാരടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കും വീണ്ടും വിവാദങ്ങൾ. ലാലേട്ടൻ UDFകാരനായി, മോഹൻലാൽ അങ്ങനെയാണ്, മോഹൻലാൽ ഇങ്ങനെയാണ്, മോഹൻലാൽ എന്തായാലും UDFന് വേണ്ടിയിട്ട് പ്രചരണത്തിനിറങ്ങും, രമേശ് പിഷാരടിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങും എന്ന രീതിയിൽ. രമേശ് പിഷാരടി ഈ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെയാണ് മേജർ രവിയും ഈ പോസ്റ്റ് ഇടുന്നത്. മേജർ രവിയുടെ ക്യാപ്ഷനും വളരെ ശ്രദ്ധേയമാണ്. എന്താ മോനെ നമ്മളങ്ങ് ഇറങ്ങുകയല്ലേ എന്നാണ് ചോദ്യം എന്ന് ക്വസ്റ്റ്യൻ മാർക്കും കൂടി ഇടുകയാണ്. മാറാത്തത് മാറും, ഇനി ഒറ്റപ്പാലം വളരും എന്നാണ് മേജർ രവി പങ്കുവയ്ക്കുന്നത്. അതായത് രമേശ് പിഷാരടിയുടെ പോസ്റ്റ് തുടങ്ങുന്നത് എന്താ മോനെ എന്നുള്ളതാണ്. ജയിച്ചു വാ, എന്താ മോനെ ജയിച്ചു വാ എന്നതാണ് ക്യാപ്ഷനെങ്കിൽ ഇവിടെ എന്താ മോനെ നമ്മളങ്ങ് ഇറങ്ങുകയല്ലേ എന്നുള്ളതാണ്. മേജർ രവിയും മോഹൻലാലും തമ്മിലുള്ള കൊളാബറേഷനും നമുക്കറിയാവുന്നതാണ്. നമുക്ക് രമേശ് പിഷാരടി മോഹൻലാൽ കൊളാബറേഷനിലേക്ക് വരാം. അതിന് മുമ്പ് മേജർ രവി മോഹൻലാൽ കൊളാബറേഷൻ എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ഉള്ളതാണ്. ഇവർ ചെറുപ്പം മുതൽ തന്നെ നല്ല സുഹൃത്തുക്കളാണ്. അതിനുശേഷം മേജർ രവി ആദ്യമായി സംവിധാനം ചെയ്ത സിനിമകളിലൊക്കെ തന്നെ മോഹൻലാലിന് പ്രധാന വേഷത്തിലെത്തി. ഇപ്പോൾ കീർത്തിചക്ര, കുരുക്ഷേത്ര, കാണ്ഡഹാർ പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ 1971 ബിയോണ്ട് ബോർഡേഴ്സ്, ഈ സിനിമകളിലൊക്കെ തന്നെ മേജർ രവി സംവിധാനം ചെയ്യുകയും മോഹൻലാൽ പ്രധാന വേഷങ്ങളിലെത്തിയ പട്ടാള സിനിമകളാണ്. അപ്പോൾ ഇരുവരും ചേർന്നൊരു നല്ല ബോണ്ടിങ് ഉണ്ട്. അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എമ്പുരാൻ എന്ന സിനിമ റിലീസ് ചെയ്ത സമയത്ത് പോലും മോഹൻലാലിന് വേണ്ടി വാദിച്ച ഒരു വ്യക്തിയും കൂടിയാണ് മേജർ രവി. അങ്ങനെ രാഷ്ട്രീയപരമായ രീതിയിലും സാമൂഹികപരമായ രീതിയിലും സിനിമയ രീതിയിലും ഇരുവരും വലിയ രീതിയിൽ കൊളാബറേഷൻ നടത്തുകയും വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധം പുലർത്തുകയും ചെയ്യുന്ന വ്യക്തികളാണ്. രമേശ് പിഷാരടി മോഹൻലാൽ തമ്മിലുള്ള കൊളാബറേഷൻ, രമേശ് പിഷാരടി സംവിധാനം ചെയ്ത സിനിമകളിലൊന്നും മോഹൻലാൽ അഭിനയിച്ചിട്ടില്ല. രമേശ് പിഷാരടി സംവിധാനം ചെയ്ത 2 സിനിമകളാണ്. ഒന്ന് പഞ്ചവർണ്ണ തത്ത, മറ്റൊന്ന് ഗാനഗന്ധർവ്വൻ. ഇതിൽ മമ്മൂക്കയാണ് ഒരു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്, മറ്റൊന്ന് കുഞ്ചാക്കോ ബോബനും ജയറാമുമാണ്. പക്ഷേ ലാലേട്ടനുമായിട്ടുള്ള കൊളാബറേഷൻ വർഷങ്ങളായിട്ട് സ്റ്റേജ് പരിപാടികൾ, സ്റ്റേജ് ഷോസ്, TV പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട്, പിന്നെ സിനിമയിൽ ഇരുവരും ചേർന്ന് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കൊളാബറേഷനാണ് ഉള്ളത്. ഒരുപക്ഷെ കുറച്ചുകൂടെ ആത്മബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങളാണ് ലാലേട്ടനുമായിട്ട് രമേശ് പിഷാരടിക്കുള്ളത്. അങ്ങനെ 3 പാർട്ടിക്കാരും മോഹൻലാലിനെ വെച്ച് പ്രചരണത്തിനിറങ്ങുക. മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. അത് മലയാളത്തിലെ 3.5 കോടി ജനങ്ങളും കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഒരുപോലെ ഫോളോ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് മോഹൻലാൽ. അത് സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതൊന്നുമല്ല. ലാലേട്ടൻ്റെ ഒരു പ്രസ്താവന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു സ്റ്റേജ് പരിപാടിയിൽ വരുന്നതായിക്കോട്ടെ, ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, അത് റീൽസിലൂടെ കൺവേർട്ട് ചെയ്ത് ലാലേട്ടൻ്റെ ചിരിയൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയും അങ്ങനെ ലാലേട്ടനിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കേരള സമൂഹം ഒട്ടാകെ തന്നെയുണ്ട്. ആ ലാലേട്ടനെ രാഷ്ട്രീയത്തിലൂടെ ഇറക്കി അതിലൂടെ കുറച്ച് വോട്ട് പിടിക്കുക എന്നത് സ്ഥാനാർത്ഥികൾ കണ്ടാലും അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ
അഭിമുഖം എടുക്കാൻ ലാലേട്ടൻ എത്തുന്നതും ഇവിടെ രമേശ് പിഷാരടി UDF സ്ഥാനാർത്ഥി ലാലേട്ടനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതും മറ്റൊരിടത്ത് BJP സ്ഥാനാർത്ഥിയായ മേജർ രവി ലാലേട്ടനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴാണ് ഒരു കാര്യം പറയുന്നത്, ലാലേട്ടൻ്റെ രാഷ്ട്രീയം എന്താണ്? ലാലേട്ടൻ്റെ രാഷ്ട്രീയം സിനിമയാണ്. അതായത് മോഹൻലാലിന് വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളും സിനിമയാണ് തൻ്റെ ലോകം എന്നത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ലാലേട്ടൻ അങ്ങനെ പരസ്യമായിട്ട് ഞാൻ ഇന്ന പാർട്ടിക്കാരനാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ അദ്ദേഹം പരസ്യമായിട്ട് താൻ ഇന്ന പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ ഇന്ന പാർട്ടിയിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞിട്ടേ. ലാലേട്ടന് ഇഷ്ടപ്പെട്ട വ്യക്തികൾ ഏതൊക്കെ പാർട്ടിയിലാണുള്ളതെങ്കിൽ അവരെ കണ്ണും പൂട്ടി ലാലേട്ടൻ പിന്തുണയ്ക്കാറുണ്ട്. അതിപ്പോൾ ഒറ്റപ്പാലത്ത് മേജർ രവി ആണെങ്കിലും UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടി പാലക്കാട് നിന്നാലും ഒക്കെ തന്നെ അത് അതേ രീതിയിൽ തന്നെയാണ് മാറാറുള്ളത്. അതുകൊണ്ട് ലാലേട്ടനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലിൽ കെട്ടാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടന്നിട്ടില്ല, അതൊന്നും നടക്കത്തുമില്ല. കാരണം നമ്മളൊക്കെ കാണുന്ന ലാലേട്ടനെ നമുക്കറിയാം, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം അദ്ദേഹത്തിന് മാത്രം ഒതുങ്ങുന്നതായിരിക്കാം, അദ്ദേഹത്തിന് അത് പരസ്യപ്പെടുത്താൻ താല്പര്യമില്ലായിരിക്കാം. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർ, അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലുള്ളവർ ഏത് പാർട്ടിയിൽ നിന്ന് മത്സരിച്ചാലും അവർക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് മോഹൻലാൽ ഇപ്പോൾ മാത്രമല്ല ഇതിന് മുന്നേയും ഇലക്ഷനുകളിൽ ഇതുപോലെ ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലിൽ കെട്ടിവെക്കാൻ ലാലേട്ടന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കേരള സമൂഹം ഒട്ടാകെ ഈ 3 പോസ്റ്റുകളും മുഖ്യമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴും ചർച്ച ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.